Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന് മുന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യുക, പിന്നെ ബെൽ ബട്ടനൊക്കെ തല്ലിയാണ്ട് പൊളിക്കും നിങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പോൾ നമുക്ക് നമ്മുടെ ടെക് ന്യൂസിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നത്തിങ് 3A ഒരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നത്തിങ്ങിന് സ്വന്തമായിട്ട് ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി എഡിഷനിൽ അവർ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കും. അപ്പോൾ നത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നത്തിങ്ങിൻ്റെ 3A ഒരു പുതിയ കമ്മ്യൂണിറ്റി എഡിഷൻ സ്മാർട്ട് ഫോൺ ഡിസംബർ 12 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോർക്കോയ്സ് കളറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അത് പോരാണ്ട് ഇതിന് ലൈറ്റ് കത്തും, പിന്നെ 120 ഹേർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 6.0 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, 5000 mAh ബാറ്ററി, പിന്നെ 2160 പിക്സൽ ഡിമ്മിങ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുള്ള ഒരു ഫോണും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് 29,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെൻഡേഴ്സൊക്കെ ഞാനിതിൽ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. പിന്നെ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് എല്ലാ ക്യാമറകളും നമുക്ക് 4K 30fps വീഡിയോ റെക്കോർഡിങ്ങും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഇത് അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല AI ഇൻറ്റിഗ്രേറ്റഡ് ഫീച്ചേഴ്സുകളും ഇതിൻ്റെ ഉള്ളിൽ ബിൽട്ടിനായിട്ട് വരുന്നുണ്ട്. ഈ വോളിയംൻ്റെ അടിയിൽ തന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട്, എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞ ബട്ടൺ. ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI നെറ്റ് സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ AI നെറ്റ് കോൺവെർസേഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. ഹലോ, ലാവയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലാണ് അതിൻ്റെ ലോഞ്ചിങ്. ലാവ പ്ലേമാക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2 വേരിയൻറ്റുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 128GB 8GB റാമും 128GB 6GB റാം വേരിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസ് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കിടക്കാം. ലാവ പ്ലേമാക്സിൻ്റെ ഇത് ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നതും. അതും പോരാണ്ട് ഈ ഒരു ഫോണും ഡിമെൻസിറ്റിൻ്റെ 7300 ചിപ്സെറ്റിലാണ് ഇറങ്ങുക. പിന്നെ 120 ഹേർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD സ്ക്രീനാണ് വരുന്നത്. പിന്നെ 4K 30fps നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ 120 ഹേർട്സ് റിഫ്രഷിംഗ് റേറ്റ്, BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ ഒക്കെ നമുക്ക് 90 FPS നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. വലിയ ഹെവി ഗെയിംസുകൾ നമുക്കിതിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വേപ്പർ ചേമ്പർ കൂളിങ്ങിൽ ചെയ്തിട്ട് ഹീറ്റ് ഡെസിപ്പേഷൻസ് ഒക്കെ നമുക്ക് കുറക്കാനൊക്കെ പറ്റും. പിന്നെ 33 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലാവ പ്ലേമാക്സിൻ്റെ പ്രൈസ് വരുന്നത് 6GB 128GB വരുന്നത് 13,000 രൂപയും 8GB റാമും 128GB 15,000 രൂപക്കാണ് പ്രൈസിൽ ഇറങ്ങാൻ പോകുന്നത്. പോയിട്ട് റെഡ്ഡസൊക്കെ കാണാം. താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു ഫോൺ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു അപ്കമ്മർ ഗെയിമറും കൂടെയാണ്, ഒരു ബേസിക് റേഞ്ചിൽ നിങ്ങൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഹൈ എൻഡ് ലെവലിലേക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ്. എന്തായാലും ഇന്ത്യയിൽ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിട്ട് ഈ ഒരു ഫോൺ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെൻഡേഴ്സൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടവരൊന്ന് പോയിട്ട് ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക. റിയൽമിയുടെ നാർസോ 90 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 16 അതിൻ്റെ ലോഞ്ചിങ്. അതിൽ റിയൽമിയുടെ നാർസോ 90Xും റിയൽമിയുടെ നാർസോ 90 എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. സ്പെക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ ഇച്ചിരി കാര്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 2-3 കാര്യങ്ങളിൽ ഇതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. റിയൽമി 90Xൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് ഡിമെൻസിറ്റിൻ്റെ 6300 ചിപ്സെറ്റും 144 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പിന്നെ 6.8 ഇഞ്ചിൻ്റെ
ഫുൾ HD+ LCD സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈപ്പാസ് ചാർജിങ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. വലിയ വലിയ ഗെയിംസുകളൊക്കെ നമുക്ക് ബൈപ്പാസ് ചാർജിങ് വെച്ചിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഗെയിം കളിക്കാം. പിന്നെ 7000 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 60 വാട്ട്സിൻ്റെ ചാർജറാണ് വെച്ച് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു തീരുമാനമാണ്. പിന്നെ 2160 പിക്സൽ ഡിമ്മിങ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നുണ്ട്. 2 സീരീസുകളിലും പിക്സൽ ഡിമ്മിങ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നാർസോ 90Xും നാർസോ 90 വരാൻ പോകുന്നത്. ഇതാണ് നാർസോ 90Xൻ്റെ സ്പെക്സ് ഞാൻ പറഞ്ഞത്. ഇനി റിയൽമിയുടെ നാർസോ 90യിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പിന്നെ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. റിയൽമി നാർസോ 90യിൽ വരുന്നത് 120 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പിന്നെ 6.8 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീനാണ് വരുന്നത്. പിന്നെ 120 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പിക്സൽ ഡിമ്മിങ് ആണ് സെയിം ആണ്, 2160 പിക്സൽ ഡിമ്മിങ് വരുന്നുണ്ട്. പിന്നെ ബൈപ്പാസ് ചാർജിങ്, 7000 mAh ബാറ്ററി, 60 വാട്ട്സിൻ്റെ ചാർജർ ഒക്കെയാണ് വരുന്നത്. പിന്നെ ഡിമെൻസിറ്റി ആണെങ്കിൽ ഇത് 6400 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയൽമിയുടെ നാർസോ 90Xന് 13,000 രൂപയും പിന്നെ നമ്മുടെ റിയൽമിയുടെ നാർസോ 90ക്ക് വരാൻ പോകുന്നത് 18,000 രൂപയുടെ പ്രൈസ് സെഗ്മെൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സ്മാർട്ട് ഫോണ് നിങ്ങൾക്കിതിൽ ഏതാണ് നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ നീങ്ങുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നീങ്ങുക എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റെഡ്മി ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പുതിയ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 15 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ക് സ്മാർട്ട് ഫോണും കൂടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 ചിപ്സെറ്റ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 5520 mAh ബാറ്ററി. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇതിന് 5 വർഷത്തെ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതുമാത്രമല്ല 5 വർഷത്തെ ബാറ്ററി ലൈഫ് വാറണ്ടിയും കൊടുക്കുകയാണ്. റെഡ്മിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് ആണത്. നല്ലൊരു തീരുമാനമാണ്. പിന്നെ 108 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറ, 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരാൻ പോകുന്നത്. പിന്നെ 6.8 ഇഞ്ച് ഫുൾ HD+ ആണ് ഡിസ്പ്ലേ വരുന്നത്. അതും ആമോലെഡ് സ്ക്രീനും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡും വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പോയിട്ട് റെൻഡേഴ്സൊക്കെ കാണാൻ. പ്രൈസും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തീരുമാനം ഡിസിഷൻ ഇസ് യുവേഴ്സ്, എയ്തർ യു വാണ്ട് ദിസ് ഫോൺ ഓർ നോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥനമായിട്ട് വീണ്ടും പറയാനുള്ളത്. ഓക്കെ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സാംസങ്ങിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി S26 അൾട്രയുടെ 3C സർട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. 2 കാര്യങ്ങളാണ് ഇവർ ഇതിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ബാറ്ററീൻ്റെ കാര്യത്തിലും 2 ചാർജറിൻ്റെ കാര്യത്തിലും. ആദ്യം നമുക്ക് നല്ല വശം സംസാരിക്കാം. ആദ്യത്തെ നല്ല വശം സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സാംസങ് ഗാലക്സി S26 അൾട്രയ്ക്ക് 60 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. 45-നേക്കാട്ടും ബെറ്ററാണ് 60 വാട്ട്സ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ മുന്നെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. അല്ലെങ്കിൽ ഇപ്രാവശ്യം 2026 കൊടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ, അത് നല്ലൊരു തീരുമാനമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറെ കാലമായി യവന്മാരെ ക്രിട്ടിസൈസ് ചെയ്യണത്. ഇവർ 60 വാട്ട്സ് കൊണ്ടുവരിക അല്ലെങ്കിൽ 65-ന് മേലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം അത് അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ്. കേട്ട് അല്ലാഹു അക്ബർ, അവർ കേട്ടല്ലോ, അത്രയും സമാധാനം. രണ്ടാമത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് യവന്മാരുടെ ബാറ്ററി ആണ്. അതൊരു വല്ലാത്തൊരു ഷോക്കാണ് യവന്മാർ ചെയ്ത്. 5200 mAh ബാറ്ററി S26 അൾട്രക്കോ. എന്ത് കോപ്പിലാണോ നിങ്ങൾ ഫോൺ ഉണ്ടാക്കുന്നത്? തേങ്ങ പിണ്ണാക്ക്. ഇപ്പോൾ ചാവാ നോക്കി നിങ്ങൾ. എനിക്ക് പറയാൻ നിങ്ങളോട് അട്ടൊരു കോമഡി. ഒരു 5500 mAh കാണാൻ ആക്കുന്നുണ്ടെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും എന്തിനുണ്ടായിരുന്നു? അതും നിങ്ങൾ ഈ
ഡൈനാമിക് ആമോലഡോ അല്ലെങ്കിൽ നിങ്ങളുടെ M14 OLED ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അത്രയും ഹൈ പവർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേക്ക് യവന്മാർ 200 mAh കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണാവോ R&Dക്കാർ ചിന്തിച്ചതെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ബാറ്ററിയുടെ കാര്യത്തിൽ R&Dക്കാർ വളരെ പിന്നാക്കം പോയിട്ടുണ്ട്. എന്തോ കഞ്ചാവ് അടിച്ചിട്ടാണ് യവന്മാർ ഈ ബാറ്ററി ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ സർട്ടിഫിക്കേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. യവന്മാർ പറയേണ്ട ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യില്ലല്ലോ. എൻ്റെ സാംസങ് അമ്മിളിയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നോക്കി കണ്ടിട്ട് അമ്മിളി ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ അമ്മിളി ചെയ്യല്ല. നിങ്ങൾ വലിയ വമ്പന്മാരാ. നിങ്ങളോടൊന്നും പറയാനില്ല. അടുത്ത വർഷം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. S27 അൾട്രക്ക് ചെയ്യാണ്ടിരിക്കുക, അത് നിങ്ങളുടെ തീരുമാനം. ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് ഇനി പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മുഖേന നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഹെഡ്ഫോൺ മുഖേന നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ട്രയൽ ഔട്ട് ചെയ്ത് നോക്കി, പക്ഷെ ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇനി ആ ഒരു സെറ്റിങ്ങിൽ ഇനി നമുക്ക് പുതിയ അപ്ഡേറ്റിൻ്റെ സെറ്റിങ്ങിൽ ഇനി നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് ആപ്പിൾ വാച്ചിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. 26.2ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരുന്നത്. അതിൽ നമ്മുടെ സ്ലീപ്പ് സ്കോറിൻ്റെ റേറ്റിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്ഡേറ്റ് അതാണ് വരാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതിൻ്റെ മുന്നേ ഒന്ന് ലൈക്കും ചെയ്യുക, പോരാത്തിനൊന്ന് കമൻറ്റും ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്കോറിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? പുതിയ അപ്ഡേറ്റിൻ്റെ 26.2ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സ്ലീപ്പിംഗ് സ്കോറിൻ്റെ അതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെരി ലോ വരുന്നത് 0 to 40 ആണ് വരുന്നത്. അപ്പോൾ അത് വെരി ലോ സ്കോറും കൂടെയാണ്. പിന്നെ ലോയിലേക്ക് വരുമ്പോൾ ഇത് 41 to 60 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഓക്കെയിലേക്ക് വരുമ്പോൾ നമുക്ക് 61 to 80 എങ്കിലും മിനിമം സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ ഹൈയിലേക്ക് വരുമ്പോൾ ഇതൊരു 81 to 95 ഹൈ ഉണ്ടായിരിക്കണം. പിന്നെ വെരി ഹൈ ആണെന്നുണ്ടെങ്കിൽ 96 to 100 ആയിരിക്കണം ഇതിൻ്റെ സ്കോറുകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പ്രതീക്ഷ. കാരണം തീർച്ചയായിട്ടും ഇങ്ങനെയാണ് നിങ്ങളെ സ്കോറുകൾ വിലയിരുത്തുക, ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ലീപ്പിംഗ് റേറ്റുകൾ വിലയിരുത്തുക എന്നുള്ള അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആപ്പിളിൻ്റെ യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ വാച്ചുകൾ ഇനി നമ്മുടെ DJI Neo 2 എന്ന് പറയുന്ന ഡ്രോണ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോളിങ് മാത്രമല്ല, DJI Neo 2 ഉള്ള വോയിസ് കമാൻഡിങ് ഫീച്ചർ അടക്കം നമുക്ക് ഇനി ആപ്പിൾ വാച്ചുകളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഫോട്ടോ എടുക്കുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാം. അതാണ് മൊത്തത്തിലുള്ള കൺട്രോളിങ്. ഇപ്പോൾ വാച്ചുകൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ Series 8 മുതൽ Series 11 ഉള്ള വാച്ചുകൾ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ അൾട്രാ സീരീസുകളിലേക്ക് വരുമ്പോൾ അൾട്രയുടെ 1st, 2nd, 3rd ജനറേഷൻ വാച്ചുകളും കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് DJI Neo 2 ഡ്രോൺ പറത്താൻ പറ്റുള്ളൂ. അത് പോരാണ്ട് അത് കൺട്രോളും ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിളായിട്ട് ടൈ അപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് DJI. അവരുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ, വളരെ ഫ്ലോലെസ് ആണ്. ഒരു മുട്ടായി തിന്നുന്ന പോലെയാണ്, ഒരു ലിൻഡ് ചോക്ലേറ്റ് തിന്നുന്ന ഒരു ഫീലിംഗ് ആണ് ആപ്പിൾ DJI എക്കോസിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് കാര്യമായിട്ടാണ് പറയണത്. അവർ ഒരു വേറെ തന്നെ ഒരു എക്കോസിസ്റ്റമാണ് ആപ്പിൾ. അത് പോരാണ്ട് പിന്നെ DJIൻ്റെ എക്കോസിസ്റ്റവും ആപ്പിളിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വേറൊരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ ബിഗ് സല്യൂട്ട് ഫോർ ആപ്പിളും പിന്നെ പോരാത്തതിന് DJIനോടും വലിയ ബിഗ് സല്യൂട്ടാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ തല പ്രവർത്തിച്ച ചൈനക്കാരനുണ്ടല്ലോ, അവനക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാണ്ട് ഷംസി ഫോർടെക്കിൻ്റെ വക, അതായത് ഷംസീറിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് തരാനുണ്ട്. പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷംസി ഫോർടെക് ചാനലിൽ. ഇതൊരു കേസാണ്, ആപ്പിൾ 17 Proന് വരാൻ പോകുന്ന ഒരു കേസാണ്.
സെൽഫ് ഫിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു പുതിയ ഒരു അഡാർ മുതൽ കേസ് ഇറക്കാൻ പോകുന്നുണ്ട്. ആ കേസിൽ നമുക്ക് ബാക്കിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്ന ഒരു കേസും കൂടെയാണ്. പിന്നെ ഇത് ആമോലെഡ് സ്ക്രീനാണ്, 1.6 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീന്, 480x480 റെസൊല്യൂഷൻ വരുന്ന സ്ക്രീനാണ് ഇതിൽ വരാൻ പോകുന്നത്. അതും ആമോലെഡ് സ്ക്രീനാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, സ്ലോ മോഷൻ എടുക്കാം, ഹൈപ്പർ ലാപ്സും ടൈം ലാപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാനും പറ്റും. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു PT ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പവർ ഡെലിവറി, അതും 100 വാട്ട്സ് ഈ കേസിൽ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നിങ്ങളെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യുക, അതും Type-C ആണ് വരുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങളൊരു 4K ഒരു വീഡിയോ എടുത്ത് ഈ കേസ് വെച്ചിട്ട് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ USB Type-C to Type-C നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കുത്താം. അവിടെ നിങ്ങൾക്ക് ഫയൽ മാനേജർ തുറയും, ഫയൽ മാനേജറിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, എഡിറ്റ് കാര്യങ്ങൾ ചെയ്യുക, യു ആർ ഡൺ. പിന്നെ അത് പോരാണ്ട് പിന്നെ ഫോണിൻ്റെ ഉള്ളിൽ ഒരു ബിൽറ്റ് ഇൻ ഫോൾഡറും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെതായിട്ടൊരു ഫോൾഡർ വരുന്നുണ്ട്. ആ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവ്യൂ, ഫോട്ടോ പ്രിവ്യൂ കാണാം. എന്താണ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ മൈ കമ്പ്യൂട്ടറിലുള്ള എങ്ങനെയാണോ അതിലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഫോണിൻ്റെ ഉള്ളിൽ, ഈ കേസിൻ്റെ ഉള്ളിൽ ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെ അതിൽ പറയാനുണ്ട്. ഈ കേസിൽ മെമ്മറി കാർഡ് വർക്ക് ചെയ്യുമല്ലോ, മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ. മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 2 TB മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങോ കാര്യങ്ങളോ ചെയ്യാം. 4K ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം 2 TB, 30 60 120 2 TB മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് ചെയ്യാം. എന്നിട്ട് നേരെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഡൺ. എന്താ കേസ്, അപാര കേസ്, വാവ് ഫാക്ടർ എന്നല്ല എനിക്ക് എന്താ പറയാനുള്ളത്. ഇത് ആകെ ഇറക്കിയിട്ടുള്ള ഇപ്പം നിലവിൽ 17 Pro മാത്രമേ ഉള്ളൂ. 17 Pro Maxന് ഇവർ എന്താർക്കും എന്നുള്ളതൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇറക്കി കഴിഞ്ഞാലുണ്ടല്ലോ സത്യം പറയാം ഈ ഒരു കേസ് വേറെ ലെവലാവും. ഈ കേസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ നിഗമനത്തിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് ആവും. കാരണം അവർക്ക് വേണ്ട ഒരു കേസാണ് യവന്മാർ ഈ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടിട്ട് എൻ്റെ കണ്ണുകളി പോയി. ഈ കേസ് ഫിസിക്കലായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ടെക് റിവ്യൂ ചാനലിൽ എൻ്റെ ഷംസി ഫോർ ടെക്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയണത് നിങ്ങളോട്. ഞാനാണ് ഫസ്റ്റിൽ ഈ ഒരു ടെക് ന്യൂസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അഭിമാനത്തോടെ പറയാം. വേറെ ആരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ക്രെഡൻഷ്യൽ അവർക്ക് പോയിക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ കേസ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് ഇന്നോവേറ്റീവ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് കേസാണിത്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ആസൂസിന്റെ ഒരു അഡാർ ഗെയിമിംഗ് മോണിറ്റർ ഇറങ്ങാൻ പോകുന്നുണ്ട്. ആസൂസിന്റെ ROG Strix 27 ഇഞ്ച് IPS LCD ഗെയിമിംഗ് മോണിറ്ററാണ് ഇറങ്ങാൻ പോകുന്നത്. അതും ഡുവലപ്പ് ടെക്നോളജി ഗെയിമിംഗ് മോണിറ്ററാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഡുവലപ്പിന്റെ ഇത് 2 റിഫ്രഷ് റേറ്റിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. നമ്മൾ 5K കളിക്കുന്നുണ്ടെങ്കിൽ 180 Hz റിഫ്രഷ് റേറ്റ് കളിക്കുക സ്ട്രൈറ്റ്. നിങ്ങൾ 2K കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 330 Hz റിഫ്രഷ് റേറ്റിൽ കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 5K ഗെയിമാണ് കളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5K വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 180 Hz റിഫ്രഷ് റേറ്റിൽ വീഡിയോ കാണാനും പറ്റും. ഇനി നിങ്ങൾ 2K വീഡിയോ ആണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ 330 Hz റിഫ്രഷ് റേറ്റിൽ വീഡിയോ കാണാനും പറ്റും, ഗെയിം കളിക്കാനും പറ്റും. അപ്പോൾ കാര്യങ്ങൾ വളരെ ഈസി ആയില്ലേ നിങ്ങൾക്ക്. പിന്നെ ഇത് 97% DCI-3 ആണ് വരുന്നത്. പിന്നെ HDMI 2.1 ആണ്. അത് 2 HDMI പോർട്ട് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, അത് 1.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പോർട്ട്. NVIDIAയുടെ FreeSync, NVIDIAയുടെ G-Sync, എന്താ പറയുക, ലാഗിങ്, ഷട്ടർ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു സാധനത്തിനില്ല. ഈ ആസൂസിൻ്റെ ROG Strix 27 ഇഞ്ച് ഗെയിമിംഗ് മോണിറ്റർ
ഒരു അട്ടാറ് ലെവൽ സാധനം തന്നെയാണ്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഹൈ ഇൻഫ്ലുവൻഷ്യൽ വീഡിയോ എഡിറ്റേഴ്സ് ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററും കൂടെയാണിത്. പിന്നെ ഇതിൻ്റെ HDR 600 ആണ് വരുന്നത്. അത് തന്നെ വേറെ തന്നെ ലെവലാണ്. വേറെ ലെവലാണ് ഈ സാധനം. ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം ആണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പോയിട്ട് എടുക്കുക, ലൈഫായിട്ട് എൻജോയ് ചെയ്യും. ഗെയിം കളിച്ചായിട്ട് ലൈഫ് എൻജോയ് ചെയ്യും. 4K ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കും 5K ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയ ഒരു ഗെയിമിംഗ് മോണിറ്ററാണിത്. വിലയും കാര്യങ്ങളൊന്നും ഇവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് സത്യമായിട്ടും എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കയ്യിൽ കാശില്ല, പക്ഷെ ഗെയിമിംഗ് മോണിറ്റർ എന്തായാലും നല്ല വില ഉണ്ടാവും ഈ സാധനത്തിന്. ഒരു 6000-7000 തറംസോളം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ചില സമയത്ത് ഒരു 4500 റുപ്യക്ക് ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വർത്ത് എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.